ഈ രേണുവിനോട് ഒന്നേ പറയാനുള്ളൂ, മോളെ നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. ഇവരാരും നിന്നെ നന്നാക്കാനല്ല, മിന്നതെല്ലാം പൊന്നല്ല എന്ന് നീ പ്രത്യേകം ഓർക്കുക. ഞാനും ഈ സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇപ്പോൾ ഈ കാണുന്ന ഒരേ ഒരു വ്യക്തിയെക്കുറിച്ച് ദിവസേന കാണുന്ന ഈ കോലാഹലങ്ങൾ, കേൾക്കുന്ന ഈ കോലാഹലങ്ങൾ, വാർത്തകൾ കണ്ടും കേട്ടും മടുത്തു. അതുകൊണ്ടാണ് ഞാനും ഇത് പറയാനായിട്ട് തീരുമാനിച്ചിറങ്ങിയത്. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസങ്ങളായി വീണ്ടും വീഡിയോ ഇട്ടിട്ട് മിനി യാത്രയെക്കുറിച്ചുള്ള വീഡിയോ ആണ് 2 ഞാൻ ഇട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോകൾ വേറെയും ഇട്ടിട്ടുണ്ട്. അതിനുശേഷമുള്ള വീഡിയോകൾ ഇനി 3-4 എണ്ണമായിട്ട് ഇടാനുണ്ട് എനിക്ക്, പക്ഷെ സമയം കിട്ടിയില്ല. കറക്റ്റ് സമയത്ത് ഇടാതെ ഞാൻ ഇങ്ങനെ കുറച്ച് ഉഴപ്പി അങ്ങ് പോവുകയാണ് കേട്ടോ. പക്ഷെ എനിക്ക് അതിന് മുമ്പായിട്ട് വേറെ 1-2 വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി ഈ ദിവസങ്ങളിൽ. അതായത് നമ്മളങ്ങ് മടുത്തു. എന്തോ ഈ ഒരു വാർത്ത കേട്ട് വല്ലാണ്ട് തലയ്ക്ക് അങ്ങോട്ട് ഒരു മത്ത് പിടിച്ച ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നു. ഒരു വ്യക്തിയെക്കുറിച്ച് എത്രയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരേ ഒരു വ്യക്തിയെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതിനൊരു അവസാനം ഇല്ലേ? ആവശ്യമില്ലാത്തതെന്നല്ല, ആവശ്യമുള്ളതാണെങ്കിൽ പോലും ഒരു വ്യക്തിയെക്കുറിച്ച് എല്ലാവരും നിരന്തരമായിട്ട് വീഡിയോകൾ ഇട്ടുകൊണ്ട് വരുന്നു, പുതിയ കണ്ടന്റ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു. എന്നോട് വേണേൽ ചോദിക്കും, നീയും ആ കണ്ടന്റ് അല്ലേ ആക്കിയിരിക്കുന്നത്? അതെ, ഇനി ഞാൻ ഇതിൽ നിന്ന് 2-3 കണ്ടന്റ് എടുത്തിട്ട് ഞാൻ ചെയ്യും. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളല്ലല്ലോ, എൻ്റെ ചാനൽ കണ്ടറിയാം. പക്ഷെ ഇത് ഞാനൊരു 2-3-4 കണ്ടന്റ് ആക്കി ഞാൻ ഇടാനായിട്ട് തന്നെ ഉദ്ദേശിക്കുകയാണ്. ഞാൻ ഈ വ്യക്തി അനുകൂലിക്കുന്ന ആളൊന്നുമല്ല, കുറെ കാര്യങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ വ്യക്തി മുഴുവൻ തെറ്റാണ്, മുഴുവൻ പരാജയമാണെന്ന് ഞാൻ പറയില്ല. ആ ആളുടെ മോശം വശങ്ങൾ ഞാൻ അവരുടെ വീഡിയോയിൽ കമന്റുകൾ, അവരുടെ ചാനലിൽ കയറിയിട്ട് അവർക്ക് നല്ല രീതിയിൽ അവർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കമന്റുകൾ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് ബോധം ഉണ്ടെങ്കിൽ അവർക്ക് ബോധം വരും, ആ കുട്ടിക്ക് ബോധം വരും. കാരണം ഇപ്പൊ കൊണ്ടു നടക്കുന്നവരൊന്നും എപ്പോഴും ശാശ്വതമല്ല. അവർക്ക് അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ആ കുട്ടിക്ക് പതുക്കനെ ബോധം വരുള്ളൂ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ അവള് വിചാരിക്കുന്നത് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഉള്ളം കൈ കൊണ്ടു നടക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്നാണ്. പക്ഷെ ആത്മാർത്ഥമായിട്ടൊന്നുമല്ല. ഇവളെ ഇങ്ങനെ കൊണ്ടു നടന്നാൽ ഇപ്പോൾ അടിക്കുന്ന നെഗറ്റീവ് വെച്ച് ഈ ചാനലുകാർക്ക് അല്ല ഇപ്പൊ ആൽബം ഉണ്ടാക്കുന്നവർക്ക് നല്ലൊരു റീച്ചാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവളെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവളുടെ നന്മയ്ക്ക് വേണ്ടിയോ ആ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയോ അല്ല, ഇവളുടെ ദോഷത്തിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ ഇവള് വിചാരിക്കുന്നത് ഞാൻ ഒരു വലിയ സ്റ്റാറായി മാറി എന്നാണ്. അത് തെറ്റായ ധാരണയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? മീഡിയക്കാർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒരൊറ്റൊരു അവളുടെ കൂടെ നടക്കുന്നവർ ആത്മാർത്ഥതയുള്ളവരല്ല. അപ്പൊ ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. സുധി എന്ന ഒരു കലാകാരൻ, സുധി എന്ന വ്യക്തി ഒരു ടീമിന്റെ പരിധിയിൽ നിന്ന് പ്രശസ്തനായ ഒരാളാണ്. അപ്പോൾ പ്രശസ്തൻ എന്ന് പറയാമോന്ന് എനിക്കറിയില്ല. ഒരു ടീമിൽ നിന്ന്, അതിന്റെ കീഴിൽ നിന്ന് വളർന്നു വന്ന് അറിയപ്പെടുന്ന ഒരാള്. പക്ഷെ മരണശേഷം വളരെ പ്രശസ്തനായി, അല്ലെ? അങ്ങനെ ഒരാളാണ് സുധിയും സുധിയുടെ ഭാര്യയും മക്കളും. ഇപ്പൊ രേണുവാണ് ഇങ്ങനെ എയറിൽ നിൽക്കുന്നത്, അല്ലെ? രേണു എയറിൽ നിൽക്കുന്ന കൂടെ തന്നെ സുധി ഉണ്ട്. ഇപ്പൊ എന്തെല്ലാം വാർത്തകളാണ് ഓരോ ദിവസവും പൊക്കി കൊണ്ടുവരുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു വാർത്ത, ഇതേപോലെ ഒരു ഫാമിലിയെ അല്ലെ ഒരു വ്യക്തിയെ ഇതുവരെയും ആരും ഇത്ര അധികം തരം താഴ്ത്തി അല്ലെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. രേണു അഭിനയ രംഗത്ത് പോയിരിക്കുന്നു, റീൽസുകൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ അത് വൈറലായിക്കൊണ്ടിരിക്കുന്നതും. ഈ രേണു എന്ന വ്യക്തിനെ എയറിൽ നിർത്തിയിരിക്കുകയാണ് ആളുകൾ, ഒരു വിഭാഗം ആളുകൾ, കുറെ ആളുകൾ സപ്പോർട്ടുണ്ട്. ഈ സുധി മരിച്ച 2 വർഷം മുമ്പ്, ഈ സുധി മരിച്ച ശേഷം ഉള്ള സ്റ്റാർ മാജിക്കില് ഈ രേണുവും മക്കളും കൂടി വരുന്ന ഒരു സമയത്ത് അതിലൊരു കമന്റ് ഉണ്ട്. അന്നത്തെ ഷോയില് ഒരു കമന്റാണ്, രേണു കരയണ്ട, ആ പൊന്നുമക്കൾ നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കില്ല, ഞങ്ങൾ എന്നും കൂടെയുണ്ട്. എന്ത് നല്ല വാക്കുകളല്ലേ. മക്കളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, അതും അമ്മയും മക്കളും ആയിട്ടുള്ള കാര്യം. ഞങ്ങൾ എന്നും കൂടെയുണ്ട്. ഈ പറഞ്ഞ വ്യക്തി ഇപ്പോഴും കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വാക്ക് കൊടുക്കുമ്പോൾ ഞാൻ കൂടെയുണ്ട്, അതൊരു ഭയങ്കര വാക്കാ കേട്ടോ. ഞാൻ കൂടെയുണ്ട് എന്നൊരു വാക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. അല്ലെ, നിങ്ങൾ എൻ്റെ സ്വന്തമാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തമാണ്, ഞാൻ കൂടെയുണ്ട്, എന്നും ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന വാക്കുകൾ, അത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ അത് അവരും ഉൾക്കൊള്ളും, അവരും അത് ഹൃദയത്തിലെടുക്കും. നമ്മളത് പാലിക്കുകയും ചെയ്യണം. ഈ സുധിയുടെ മരണശേഷം രേണു സുധിയെ എന്തുകൊണ്ടാണ് ആളുകൾ വെറുക്കുന്നത്? എന്തിനാണ് അവരുടെ പേരിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? മരണാനന്തര ശുശ്രൂഷകൾക്കൊക്കെ ശേഷമാണെങ്കിലും പല റീൽസുകളും പല വീഡിയോകളും ഒക്കെ വരുമ്പോൾ അതിനകത്തൊക്കെ എന്താ കമന്റുകൾ കണ്ടാൽ രേണു എന്തോ വലിയൊരു അപരാധം ചെയ്ത ഒരാൾ പോലെയും
ഈ കൊച്ചിനെ, അയ്യോ ആ കൊച്ചിനെ കണ്ടാൽ പാവം തോന്നുന്നു, കൊച്ചിനെന്തോ സങ്കടമുണ്ട്, അവരൊരുമിച്ച് താമസിക്കുമ്പോഴും പറയുന്നത് അതിനെന്തോ സങ്കടമുണ്ട്, അതിനെ നന്നായി നോക്കണേ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഈ ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കമൻറ്റുകളാണ് അവിടെ ഇരുന്നത്. അവരുടെ കൊച്ചിനെ നോക്കാൻ അവൾക്ക് അറിയത്തില്ലേ? അവൻ്റെ അമ്മേനെ, അത്രയും പ്രായമുള്ള കൊച്ചിനെ അവൻ്റെ അമ്മേനെ അറിയത്തില്ലേ? അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കറിയാം, അവൻ്റെ വീട്ടുകാർക്കറിയാം, ഒക്കെ അറിയാം. പക്ഷേങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പോഴും ഞാൻ അവർക്ക് തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല. അവരൊരുമിച്ച് ഈ സ്റ്റാർ മാജിക്കിൽ വരുന്ന അതായത് ഇൻ്റർവ്യൂ പോലെയുള്ള എന്തോ കാര്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഇപ്പം ഞാൻ എടുത്ത് നോക്കുന്നില്ല, ഇപ്പം നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ വന്നിരിക്കുമ്പോഴും അയ്യോ ആ കൊച്ചിൻ്റെ മുഖത്ത് സങ്കടമുണ്ട്, ഭയങ്കര വിഷമമോ, അതിനെ കാണുമ്പോൾ പാവം തോന്നുന്നു എന്നും പറഞ്ഞ് അന്നേരവും ഇത് തന്നെയാണ് രേണുവിനെ മാറ്റി ഒറ്റപ്പെടുത്തി വെച്ചുകൊണ്ട് ഈ കൊച്ചിനെ ഈ കിച്ചുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെയുള്ള ഒരു കുഞ്ഞുണ്ട് അതിൻ്റെ കൂടെ വേറെ, അവനെ പറയുന്നില്ല അവൻ അമ്മയുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇവർ പറയുന്നു അതെ അവൻ അമ്മയാണെന്നും അവനും അവൾക്ക് മകനാണെന്നും ഈ രേണുവും പറയുന്നുണ്ട്. എന്നാലും ആളുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് വല്ലവൻ്റെ കാര്യത്തിൽ ഇത്ര ഇടപെടുന്നത് ആൾക്കാർ? ഇതേപോലെ അപ്പനും അമ്മയും ഇല്ലാത്ത എത്രയോ മക്കളുണ്ട്, അവരോടൊന്നും ഈ സഹതാപം കാണിക്കുന്നില്ലല്ലോ, ഉണ്ടോ? ഇനി ഇവരുടെ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെ കിഴിഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നത്? ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയി എപ്പോൾ നോക്കിയാലും ഈ കമൻറ്റുകളെ കാണാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട്, അവരുടെ കുടുംബത്തിലെ കാര്യം അവരെ തമ്മിൽ ഇനി തെറ്റിപ്പിരിപ്പിച്ചിട്ടേ ജനങ്ങൾ അടങ്ങൂ. ഈ കൊച്ചിനെയും അമ്മേനെയും തമ്മിൽ തെറ്റിപ്പിരിപ്പിച്ചതിന് ശേഷമേ ഇവർ ഉറങ്ങുകയുള്ളൂ. അതാണ് ആ വാസ്തവം. അതിനുവേണ്ടി ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അതൊന്ന് വേർപെടുത്തിയെടുക്കണം. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അത് അന്നും അതെ ഇന്നും അതാണ്. അത് ഇതുവരെ നടന്നില്ല. 2 വർഷമായിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ആ കൊച്ചിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇപ്പം ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കൊച്ചതങ്ങ് കൊത്തുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾക്ക് ഒരു വശത്തുള്ള വിഷമം. പിന്നെ അവളോടുള്ള പ്രശ്നം അതിരൂക്ഷമായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ റീൽസ് ചെയ്യാൻ പോയപ്പോഴാണ്. റീൽസിന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ശരിക്കും ചില റീൽസൊക്കെ കണ്ടപ്പോൾ ഞാനും അവളോട് അത്രയും നാൾ ഞാൻ അവൾക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളൂ. എവിടെയും പല നെഗറ്റീവ് കമൻറ്റ് കാണുന്നിടത്തും ഞാൻ അവിടെ പോസിറ്റീവ് കമൻറ്റുകൾ ഇടുന്ന ആളും ഈ നെഗറ്റീവ് പറയുന്നവരോട് ഞാൻ വിമർശിക്കുന്ന ആളുമായിരുന്നു. പക്ഷേ ഈ റീൽസ് അങ്ങ് കണ്ടത് മുതൽ ഞാനും അല്ലാതെ എനിക്ക് ഇഷ്ടക്കേട് തോന്നി. റീൽസൊക്കെ ആവാം, പക്ഷേ ഒരു വെളിവില്ലാത്ത റീൽസുകൾ കണ്ടപ്പോഴത്തേനും നമ്മുടെ ആ ഒരു അവളോടുണ്ടായിരുന്ന ഒരു സിമ്പതി അങ്ങ് ഇല്ലാതെയായി പോയായിരുന്നു. എനിക്ക് ഒട്ടുമേ ഇല്ലാണ്ടായി, എനിക്കങ്ങ് ഇഷ്ടക്കേടായി പോയായിരുന്നു ആ പെണ്ണിനോട്. അങ്ങനെ അങ്ങ് പോയി പിന്നെ പല റീൽസുകളായി, ഒരുപാട് റീൽസുകൾ, ആൽബം, ഇങ്ങനെ അങ്ങ് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഭയങ്കര തിരക്കായി ആൾക്ക്. അതിൽ തന്നെ ഞാനൊരു കാര്യം പറയുക, ഈ തിരക്ക് വരുത്തിയിരിക്കുന്നത് അവളുടെ ഒരു റീൽസ് വന്നപ്പോൾ തന്നെ ആളുകൾ അവളെ കുറച്ച് നെഗറ്റീവ് പറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും റീൽസുകാരുടെയും ആൽബംകാരുടെയും തിക്കും തിരക്കുമാണ്. രേണു തന്നെ പറയുന്നുണ്ട് ഭയങ്കര തിരക്കാണ്. പക്ഷെ അവൾക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നത് തുച്ഛമായ പണമാണ്. അത് കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോർട്സിലാണോ ഒരു ഇൻ്റർവ്യൂവിലോ അവൾ തന്നെ പറയുന്നത് ഞാൻ കേട്ടതാണ്. ആകെ കിട്ടുന്നത് ചിലയിടത്ത് അവളും ആ ഒരു ചെറുക്കനുണ്ടല്ലോ, അവൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി, എന്തായാലും അവൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെയുള്ള ഇൻ്റർവ്യൂവിൽ പറയുകയാണ് അവൾക്ക് അഭിനയത്തിൽ കിട്ടുന്ന പൈസ ചിലവരോട് വാങ്ങുന്നത് 3000, ചിലർ കൊടുക്കുന്നത് 5000. ഡ്രസ്സും മേക്കപ്പും കാര്യങ്ങളെല്ലാം മുടക്കുന്നത് അവളാണ്. എന്നിട്ട് അവർ കൊടുക്കുന്ന പൈസയാണ് ഈ ചില്ലറ, ഈ 3500 പിന്നെ 5000. ഇത് അവർ രണ്ടുപേരും കൂടി അഭിനയിക്കുന്ന ഒരു ചെറുക്കനുണ്ടല്ലോ സ്ഥിരമുള്ളത്, അവനും ഈ പെണ്ണും കൂടെ പറയുന്നതാണ്, ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ്. ഇത്രയും പൈസയ്ക്ക് വേണ്ടിയാണ് അവൾ ഈ കോലം കിട്ടുന്നത്, മനസ്സിലായോ? എന്നിട്ട് അതെന്തിനു വേണ്ടി അവരുണ്ടാക്കുന്നത് എത്ര രൂപയാണെന്നറിയാവോ? എന്തിനാണ് അവരുടെ ഉദ്ദേശം? എന്താണ്? ഇവളെക്കുറിച്ച് നെഗറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവളുടെ നെഗറ്റീവിലാണ് ഇവർക്ക് റീച്ച് ഉണ്ടാകുന്നത്, രേണുവിൻ്റെ നെഗറ്റീവിന്. അതിനുവേണ്ടിയാണ് ഇവർ ഈ ആൽബക്കാരും റീൽസുകാരും ഇവളുടെ പുറകെ നടക്കുന്നത്. ഇവൾ എവിടെയുണ്ടോ അവിടെ ക്യാമറയും പൊക്കി പിടിച്ച് കുറേ എണ്ണം പുറകെ നടക്കുന്നില്ലേ? അവൾ എന്ത് ചെയ്താലും ഈ ഇടയ്ക്ക് അനുശ്രീ അതുപോലെയുള്ള കുറച്ച് നടിമാരുടെയൊക്കെ കൂട്ടത്തിൽ എന്തോ ഒരു പരിപാടിയിൽ രേണുവും അവിടെ ഉണ്ട്. എന്നിട്ട് ഇവരൊക്കെ ഏതാണ്ട് അച്ചാർ തൊട്ടി നോക്കുകയൊക്കെ ചെയ്യുന്ന റീൽസാണ് ഞാൻ കണ്ടത് കേട്ടോ. ഇതെല്ലാം നോക്കിയെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല, പക്ഷെ ഞാൻ ഓരോന്ന് കാണുമ്പോൾ ഞാൻ നോട്ട് ചെയ്യുകയാണ്. അന്നേരം ഇവരൊക്കെ അവിടെ നിൽക്കുകയാണ്, ഈ വലിയ പെണ്ണുങ്ങളെല്ലാം വേണ്ട അവരൊക്കെ ടേസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ ഒരുത്തൻ ക്യാമറമാൻ വിളിച്ചിട്ട് രേണു സ്തുതി അച്ചാർ ടേസ്റ്റ് നോക്ക്, ഉടനെ അത് ഷൂട്ട് ചെയ്യുന്നു. എന്തിന്? അതിട്ടിട്ട് വേണം നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ പൊട്ടപ്പെണ്ണിന് ഇതൊന്നും അറിയത്തില്ലെന്നുള്ളതാണ് സത്യം. ഇവളെല്ലാത്തിനും പോയി തല വെച്ച് കൊടുക്കുന്നു. ഇവർ പറയുന്നോടത്തല്ല ഇവള് നിന്ന് കൊടുക്കുന്നു. ഇവളെ തല ചൊറിയുന്നത്, ഇവള് മുക്കി കൈയിടുന്നത് എല്ലാം കണ്ടന്റാണ്. ഇതെടുത്തിട്ട് രേണു സ്തുതി അച്ചാർ തൊട്ട് നിൽക്കുന്നു. ഉടനെ ഒരാളുടെ റീൽസാ. നാണമില്ല ഇങ്ങനെയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി തിന്നാനെന്നാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇല്ലേ? ഞാനിപ്പോൾ പറയുന്നത് ഇതിനെതിരെ ഞാൻ പറയുന്നത്. ഇവളുടെ നെഗറ്റീവ് എടുത്തിട്ട് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയതല്ലിത്. ഞാൻ ഇതിനെതിരെ പറയുന്നതാണ്. ഞാൻ കണ്ട് മിണ്ടാതിരിക്കാൻ കൊള്ളില്ല നമ്മളൊന്നും. അങ്ങനെ കുറച്ച് മനസ്സാക്ഷിയുള്ളവർ ഇങ്ങനെ അവളെ അവിടെ അച്ചാർ തൊട്ട് നോക്കിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അപ്പോൾ അവള് പറയുന്നു ഞാൻ നേരത്തെ നോക്കിയതാണ് എന്ന് അവള് പറയുന്നുണ്ട് രേണു. എന്നിട്ടും എല്ലാം നോക്കുന്നു.
അവൾക്ക് ബോധം ഉണ്ടെങ്കിൽ അവൾ പറഞ്ഞ വേണ്ട ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് മാറാം. പക്ഷേ ആ പൊട്ടത്തിക്ക് ഇതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്ന് മനസ്സിലായി വരുമ്പോഴത്തേനും അവൾ ഒരു ഭാഗത്താവും. ആരും കാണൂല ഇവൾക്ക് പിന്നീട്. ഇപ്പം ഇവളുടെ ഈ നെഗറ്റീവിനെ പിഴിഞ്ഞെടുത്ത് കാശുണ്ടാക്കാൻ വേണ്ടി ഈ നടക്കുന്നവരൊക്കെ അവളുടെ ഇതങ്ങ് കെട്ടിറങ്ങി കഴിയുമ്പോൾ ഇവരാരും ഇവളെ ഒരു റീൽസിനും വിളിക്കത്തില്ല, ഇവളെ ഒരു ആൽബത്തിലേക്കും വിളിക്കത്തില്ല. അത് സത്യമായ കാര്യമാണ് അല്ലേ? സത്യമായ കാര്യം അത്. ഇങ്ങനെ ഒരു ഒട്ടനവധി കാര്യങ്ങളുണ്ട് കണ്ടതും കേട്ടതും പറയാനായിട്ട്. ഞാൻ ഇനിയും വരും, ഇനിയും ഞാൻ പറയും കേട്ടോ. അപ്പോൾ ഈ റീൽസിൽ അവൾ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കും തീരെ ഇഷ്ടമല്ല. ഈ വൃത്തികെട്ട രീതിയിലുള്ള കുറച്ച് റീൽസുകൾ എനിക്കിഷ്ടപ്പെട്ടില്ല. അവൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ട് അവൾ ചെയ്യുന്നു. മക്കളും മോനും അതിന് മോശമൊന്നും ഇതുവരെ കൊള്ളില്ല എന്ന് മോനും പറഞ്ഞു കേട്ടിട്ടില്ല ഒരു ഇന്റർവ്യൂവിലും. അതിന് മകനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മകൻ അവന് കാശ് കിട്ടുന്നത് കൊണ്ടാണ് പറയുന്നത്. അവന്റെ വായിൽ നിന്നൊന്നും ഒരു വാക്കൊന്ന് വീഴാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഈ കാക്ക അപ്പം കൊത്താൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഇരിക്കുവാണ്. അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളതാണ്. ഈ ഒരാഴ്ച മുമ്പത്തെ ലൈവിൽ വരെ അവനൊന്നും പറഞ്ഞിട്ടില്ല. അവനെ കൊണ്ട് പറയിപ്പിക്കണം. അതാണ് ജനങ്ങളുടെ മീഡിയക്കാരുടെ ഒരു ഇത്. അതിനാണ് അവർ തോണ്ടി പുറകെ നടക്കുന്നത്. ഇന്റർവ്യൂക്കാരും ഇവരാരും ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഈ രേണുവിനെ കുറിച്ച് പറയുമ്പോൾ രേണു പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇന്നിപ്പം ഞാൻ ഒരു ശ്രുതി മരിച്ചപ്പോഴത്തെ ഉള്ള മരിച്ചടക്കത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തുള്ള ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് ഇട്ടിരിക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് ഈയിടെ ഇട്ട കമന്റാണ്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അന്ന് അവൾ കാണിച്ചതൊക്കെ നാടകമായിരുന്നു എന്നെന്ന് ഒരുത്തൻ കമന്റ് ഇട്ടിരിക്കുന്നതാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അന്ന് അവൾ കരഞ്ഞതും ഈ സങ്കടവും എല്ലാം അവളുടെ അഭിനയമായിരുന്നു എന്ന്. ഇപ്പൊ എന്താണ് സംഭവം അത് പറയാൻ 2 വർഷമായ പിന്നെ ചരമവാർഷികം ആഘോഷിച്ചപ്പോഴത്തേക്കും അവിടെ ആരോ ഡാൻസ് കളിച്ചതിന് ഇവള് അനുവദിച്ചു എന്നുള്ളതാണ് അതിന്റെ പേരിലുള്ള ആരോപണം. അവൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ട് അത് ശരിയോ തെറ്റോ അവൾക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല എന്ന് അവൾ എന്നും പറയുന്നു. അതിനെല്ലാം കഴിഞ്ഞ എല്ലാ ചടങ്ങുകൾക്കും ശേഷമാണ് ഇങ്ങനെ ചെയ്തത്. അത് അവരുടെ ഒരു സന്തോഷത്തിന് അവർ ചെയ്തതാണ് എന്ന് പറയുമ്പോഴും ഇത് സ്വന്തം വീട്ടിലാണെങ്കിൽ ഇത് ആർക്കും ഒരു കുഴപ്പമില്ല. ഈ ക്യാമറാമാന്മാർ പുറകെ നടന്നില്ലെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഈ കമന്റ് എഴുതിയിട്ട് അവന്റെ വീട്ടിലാണെങ്കിലോ അവൻ മരിച്ചാൽ അവന്റെ ഭാര്യ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കുമോ? അല്ലെങ്കിൽ അവൾ മരിച്ചാൽ അവളുടെ ഭർത്താവ് ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കുമോ? 2 വർഷമായപ്പോഴും അവൾ കരഞ്ഞ് നെഞ്ചി തല്ലി അവിടെ ഇരിക്കണമെന്നാണ് ഈ പറയുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തിനാ ഇങ്ങനെ വല്ലോന്റെ ചട്ടിക്കൈട്ട് വരെ നടക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. എന്തിനാ ഇവരെ ഇങ്ങനെ കിള്ളിക്കിഴിഞ്ഞ് നടക്കുന്നത്? ഇവരെന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിച്ച് നടക്കുന്നതിന് ആവശ്യം എന്ത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. അവള് തല ചീകുന്നത്, അവളെ മുടി കെട്ടുന്നത്, അവളെ സാരി ഉടുക്കുന്നത്, അവള് ഉടുപ്പിടുന്നത്, ചില വൃത്തികെട്ട വേഷങ്ങളാണ് ചിലത്. കൊള്ളില്ല, അറിയാം. എന്തിനാ ക്യാമറയും പിടിച്ച് ഇവർ പുറകെ നടക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ക്യാമറയും പിടിച്ച് പുറകെ നടന്ന് ഇവർ കണ്ടന്റ് ഉണ്ടാക്കാനല്ലേ, അതിന് നടക്കുന്നതല്ലേ? അത് നമ്മൾ കാണുന്ന നമുക്കറിയത്തില്ലേ? പിന്നെ എന്തിനാ ആളുകൾ കുറ്റം പറയുന്നത്? ഞാൻ കുറ്റം പറയുന്നത് ആ ക്യാമറാമാൻമാരെയാണ്, ഈ കണ്ടന്റ് ഉണ്ടാക്കി ഇടുന്നവരെയാണ് ഞാൻ കുറ്റം പറയുന്നത്. അവരുടെ വീട്ടിൽ അവരുടെ പെങ്ങന്മാരോ അല്ല അവരുടെ അമ്മേനെയോ അല്ല അവരുടെ ഭാര്യേനെയോ വെച്ച് അവരിങ്ങനെ ചെയ്യുമോ? മക്കളെ വെച്ചിട്ട് അവരിങ്ങനെ ചെയ്യുമോ? മറ്റൊരാൾ ചെയ്യാൻ ഇവർ അനുവദിക്കുമോ? എന്തുകൊണ്ടാണ് ഈ പെണ്ണിന്റെ പുറകെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവളോടെ ചോദിക്കാനും പറയാനും ആരുമില്ല, പ്രതികരിക്കാൻ ആരുമില്ല. ഇപ്പൊ അച്ചാറ് എല്ലാം കഴിഞ്ഞ് അച്ചാറ് വീണ്ടും തൊട്ടുനക്ക് രേണുസുതി അച്ചാറ് ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അതേപോലെ അനുശ്രീയെ വേറെ കുറെ പെണ്ണുങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. അവരോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അവരെക്കാളിലും വലിയ നടിയായതുകൊണ്ടാണോ ഇവളോട് പറഞ്ഞത്? അല്ലല്ലോ. ഇവളെ വെച്ചെടുത്താലേ ഇവർക്ക് നെഗറ്റീവ് കിട്ടുള്ളൂ. മറ്റുള്ളവരോട് പറഞ്ഞാലോ ഈസിയാണ്, പറയൂല. അവർക്ക് പറയാനുള്ള തൻ്റെ ഇടമില്ല. പറഞ്ഞാൽ പണി കിട്ടും. പക്ഷെ ഇവളെ പറഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ജനങ്ങൾ ഇവളെ പുറകെ നടന്ന് നെഗറ്റീവ് അടിച്ചോളും. അത് ഇവർക്ക് കണ്ടന്റാണ്, അത് ഇവർക്ക് റീച്ചാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചാനലുകാരെ, ചെറുതോ വലുതോ ആയ ഏത് ചാനലുകാരാണെങ്കിലും ഞാൻ പറയുക, നിങ്ങൾ അന്തസ്സായിട്ട് വല്ല കണ്ടന്റും കണ്ടുപിടിച്ചിട്ട് ചെയ്യും. ഞാൻ പലരുടെയും ചാനലിൽ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇഷ്ടമല്ല. സത്യം, അത് ഞാൻ ഇപ്പോഴും ഞാൻ പറയാം, ഇല്ല, ഇഷ്ടമല്ല. പക്ഷെങ്കിൽ അത് നമ്മൾ ഇങ്ങനല്ല പ്രതികരിക്കേണ്ടത്. എന്തിനീ ഒരാളെ ക്രൂശിക്കാൻ വേണ്ടി ഇങ്ങനെ പുറകെ നടക്കുന്നു? അവളിപ്പോൾ പൊട്ടിത്തെറിക്കുന്ന പോലും പൊട്ടിത്തെറിച്ചില്ലല്ലേ അതിശയുള്ളൂ. അവൾ ആദ്യം ഒന്നും പൊട്ടിത്തെറിക്കുന്ന അല്ലല്ലോ. പക്ഷെ പിന്നീട് ഒരാളുടെ മേളിൽ ഒരു കൂട്ടം ജനങ്ങൾ മെനക്കെട്ട് നടന്ന് അവർ നോക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും തുപ്പുന്നിടത്തും കുളിക്കുന്നുണ്ട് എല്ലാം ഇങ്ങനെ ഒളിഞ്ഞു നോക്കി നടന്നാൽ, ഒളിഞ്ഞു പാത്തും നടന്ന് അവരുടെ കുറ്റം കണ്ടുപിടിച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്താൽ അവർക്ക് സങ്കടവും ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും എല്ലാം കൂടെ കൂടി കലർന്നിട്ട ഒരു അവസ്ഥയുണ്ടല്ലോ, അതിൽ പൊട്ടും. അത് അവനവന് വരുമ്പോഴേ അറിയത്തുള്ളൂ, സ്വന്തം വീട്ടിൽ വരുമ്പോഴേ അറിയത്തുള്ളൂ. അത് അവനവന് വരണം, അന്നേരം അറിയാം ആ അവസ്ഥ എന്താണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിരുന്നാൽ പോരെ? എന്തിനാ ഇവരുടെ പുറകെ മുഴുവൻ നടക്കുന്നത്? നമ്മൾ ശരിയും തെറ്റും കാണുമ്പോൾ പറയും. അവൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നല്ലതാണെന്ന് നമ്മൾ പറയുന്നുണ്ട്, ശരിയല്ലാത്തത് ശരിയാണ്, നമുക്ക് അവിടെ കമന്റ് ഇടാം. പക്ഷെ ഈ റീൽസുകൾ ഈ തുറന്ന ഇതേ ഉള്ളൂ. അത് ആരാണ് കൊണ്ടുവന്നിരുന്നത്? ഓരോ ചാനലുകാരാണ് കൊണ്ടുവന്നിരുന്നത്. അവരെയാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും സ്വന്തമായിട്ട് വൃത്തിമേനയുള്ള കണ്ടന്റ് എടുത്ത്
അവനവൻ ജീവിക്കാൻ ഇതും കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കാനാണ് അല്ലേ, കുടുംബം പോറ്റാനല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലെ നമ്മുടെ ആവശ്യങ്ങൾക്കല്ലേ ഈ ചാനൽ കൊണ്ട് നടന്ന് നമ്മളൊരു പണം ഉണ്ടാക്കാൻ നോക്കുന്നത്. അത് നേരാവണ്ണം ചെയ്യ്, നേരാവണ്ണമുള്ള കണ്ടന്റ് ആക്കി എടുത്തിട്. അതാണ് ഞാൻ പറയുന്നുള്ളൂ. ഇനി ഞാൻ ഈ കുത്തിത്തിരികെ നടക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇനിയും ഒരു വീഡിയോയും കൂടി ഇടും, 1-2 വീഡിയോയും കൂടി ഞാനിടും. കുറേ കാര്യങ്ങളുണ്ട് ഇത് കണ്ടിട്ട് പറയാനായിട്ട്. ഞാൻ വേറെ ആരെയും പറയുന്നില്ല, ഇതിനകത്ത് രേണുവിനെ പറയില്ല. അവൾ എന്തെങ്കിലും ചെയ്താൽ അതിലേ പൊക്കോളും. പക്ഷെങ്കിൽ ഈ ക്യാമറയും പൊക്കി പിടിച്ച് ഇത് പുറത്ത് കൊണ്ടുവരുന്ന നിങ്ങളാണ് കുറ്റക്കാര്, നിങ്ങളെയാണ് പറയേണ്ടത്. ഇതാരാണോ ഇങ്ങനെ കുത്തിത്തിരികൾ ഓരോന്നും കൊണ്ടുവരുന്നെങ്കിൽ അത് വെറുതെ അവളൊരു പേഴ്സൺ പിടിച്ച് വല്ലോടത്ത് നിന്ന് അവിടെ ആളാന്ന് അതെടുത്തിട്ട് രേണു സുധി ഇന്നത് ചെയ്യുന്നു. എന്തിന്റെ കേടാ? വേറെ കണ്ടന്റ് ഒന്നും ഉണ്ടാക്കാനില്ലേ? ഇല്ല വീട്ടിൽ ചെന്ന് ആ കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ചിട്ട് ഒരു പാട്ട് എടുത്തിട്ട് ഒരു കണ്ടന്റ് ആക്കിയിടും. അതുപോലും ചെയ്യാതെ എന്തിനാ ഇങ്ങനെ? ഇതെല്ലാം കേട്ട് രേണു സുധി എല്ലാ ജോലി നിർത്തി. രേണു സുധിയുടെ പരിപാടികളെല്ലാം രേണു നിർത്തി, രേണുവിന്റെ അഭിനയം നിർത്തി, എല്ലാം മതിയാക്കി രേണു. കേട്ടോ, എല്ലാം രേണു മതിയാക്കി എന്നാണ് പുതിയ അറിവ്. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.